കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് കുഴിക്കാല, അതുപോലെ തന്നെ തൻ്റെ കുടുംബം, സഭയിലുള്ള എല്ലാവരും, അതുപോലെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ടും ലളിതമായിട്ടും അപ്പോൾ തന്നെ നമുക്ക് ദൈവാത്മാവ് നടത്തുന്ന അനുസരിച്ചൊരു നിയോഗത്തോടെ ഈ 3 ദിവസത്തെ ക്ലാസ്, ഇന്നലെ ഞാൻ അതിനെപ്പറ്റി ഇൻട്രൊഡക്ഷൻ പറയുകയുണ്ടായി. അതിൻ്റെ ചില ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ആത്മീയ വളർച്ച എന്നുള്ള വിഷയത്തെപ്പറ്റി നോക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, ഈ 3 ദിവസവും 3 കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നലെ ആത്മീയ വളർച്ച എന്താണ് എന്നുള്ളൊരു വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ചലഞ്ചസ് വിത്ത് സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ചയ്ക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത്. നാളെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്, പ്രായോഗികമായി നമുക്ക് എങ്ങനെ ആത്മീയമായി വളരാം എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി നാളെ നമ്മൾ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നയിക്കപ്പെടുവാനുള്ള ഒരു തുരുക്കത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഏറ്റവും അധികം ആനന്ദം പകരുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മളുടെ അകത്തൊരു ക്ലെൻസിങ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കത്തിക്കുന്നതും കൂടാണ്. എമ്മോസിലോട്ട് പോയ ശിഷ്യന്മാർ, അവർ യേശു കർത്താവിൻ്റെ ആ വചനം മൊഴികളെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അവർ പറയുകയുണ്ടായിരുന്നു, നമ്മുടെ ഇങ്ങനെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വചനം ഒത്തിരി ശക്തിയോടെ പറയണമെന്നൊന്നുമില്ല, പക്ഷേ കേൾക്കുന്ന തിരുവചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് നമ്മുടെ അകത്ത് ചിലപ്പോൾ തീ പിടിപ്പിക്കുന്ന പോലുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി ദൈവസന്നിധാനത്തിലായിരിക്കാം. ഞാൻ 1-2 മിനിറ്റ് എടുത്ത്, ഇന്നലെ വരാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അത് മുഴുവൻ പറയാനല്ല, 1-2 കാര്യങ്ങൾ സമ്മറിയായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. കാരണം ആ ഒരു ഫൗണ്ടേഷനിലാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു കാര്യം, നല്ലൊരു ഉദാഹരണം നിങ്ങളുടെ അടുക്കൽ പറഞ്ഞായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉദാഹരണം വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഓരോ പ്രായത്തിലും ഓരോ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റേതായ ബിഹേവിയേഴ്സ്, ഞാൻ 1 വയസ്സുള്ള കുഞ്ഞ്, 6 വയസ്സുള്ള കുഞ്ഞ്, 10 വയസ്സുള്ള കുഞ്ഞ്, ഇനിയും പ്രായം ഒരാൾ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പക്വത പ്രാപിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട പോലുള്ള കാര്യബോധം അവർക്ക് വരാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞത്, ആത്മീയ വളർച്ച, ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്, മെച്യൂരിറ്റി, അല്ലെങ്കിൽ പക്വത പ്രാപിക്കുക, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഒരുപോലെ പറയുന്ന കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ അടിസ്ഥാനപരമായി യേശു കർത്താവ് എന്താണ് നമ്മളോട് ആവശ്യപ്പെട്ടെന്നുള്ള കാര്യത്തെപ്പറ്റി തിരുവചനത്തിൽ നിന്ന് നമ്മൾ നോക്കി. അതുപോലെ വേറൊരു കാര്യം നമ്മൾ കണ്ടത്, ആത്മീയ വളർച്ച ഉണ്ടാകുമ്പോൾ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ബിഹേവിയറിന് വ്യത്യാസം ഉണ്ടാകും, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ടാകും. അതുപോലെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ നോക്കിയത്, ക്രിസ്തുവിനോളം വളരുക എന്നുള്ളൊരു അനുഭവമാണ്. അപ്പോൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള 11 മുതൽ 16 വാക്യങ്ങളാണല്ലോ നമ്മൾ ഇന്നലെ വായിച്ച ഒരു പ്രധാന വാക്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ക്രിസ്തുവിൽ ഉള്ള ആ പരിജ്ഞാനം, അതിൻ്റെ വളർച്ച, അങ്ങനെ ഓരോരുത്തർ അവരവരുടെ പ്രവൃത്തി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ അതൊരു ഫൗണ്ടേഷൻ ആണെങ്കിൽ, ഇന്ന് നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് കേൾക്കാം. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, അത് എല്ലാവരെയും എല്ലാ കാര്യം ചലഞ്ച് ചെയ്യണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ആ വിഷയത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് പക്ഷേ നമ്മൾ ഒരു പക്ഷേ ഇന്ന് പകൽ ചലഞ്ച് ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി ചലഞ്ച് ചെയ്തെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ആദ്യമായിട്ട് ഒരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാമല്ലോ. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മതി. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അപ്പോൾ തന്നെ ആത്മീയ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ അതിനകത്ത് നിന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ മലയാളത്തിൽ നമ്മളിങ്ങനെയല്ലേ വായിച്ചത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്
സകല ഭാരവും മുറുകെ പറ്റുന്ന മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോ, അപ്പോൾ കുറച്ചുകൂടെ, അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് ബൗൺസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, അപ്പോൾ അവിടെ സകല ഭാരവും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ലെറ്റ് us lay aside every hindrance, സകല തടസ്സങ്ങളും. അവിടെ ഹിൻഡ്രൻസ് എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹിൻഡ്രൻസുകൾ. അവിടെ അതുപോലെ പറയുന്നു, സിൻ ദാറ്റ് സോ ഈസിലി ensnare us, വളരെ ഈസിയായിട്ട് നമ്മളെ മുറുകി പിടിക്കുന്ന പാപങ്ങൾ. ആ രണ്ട് പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഹിൻഡ്രൻസസ്. അപ്പോൾ ഇത് എന്താണ്, ഈ വിഷയങ്ങളെ എന്തിനാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിൽ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഇതിനെ നമ്മൾ ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരാശയമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം. ഇവിടെ നമുക്ക് ഹിൻഡ്രൻസുകളുണ്ട്. ഇവിടെ ഭാരമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ തന്നെ തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഈ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് തടസ്സങ്ങളിടുന്ന പല വിഷയങ്ങളുണ്ട്. പിന്നെ മുറുകെ പിടിക്കുന്ന, അപ്പോൾ ആ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഈസിലി എൻസ്നേർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈസിലി നമ്മളെ എൻടാങ്കിൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മളെ പെട്ടെന്ന് കയറി പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പിടിക്കാൻ വരുന്ന പാപങ്ങൾ. എന്നിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ ക്രിസ്തുവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, എന്താണ് എളുപ്പം? പിന്മാറ്റത്തിൽ പോകാനോ അല്ലെങ്കിൽ ഉഴപ്പ് ജീവിക്കാനാണോ എളുപ്പം, അതോ വളർച്ചയോടെ ക്രിസ്തുവിൽ വളരാനാണോ എളുപ്പം? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരാൾ ആത്മീയമായി വളരാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ചില സഭകളിലൊക്കെ ദേവദാസന്മാർ പലരുടെയും വളർച്ചയ്ക്ക് വേണ്ടി, പിന്നെ പിന്മാറ്റത്തിൽ പോകുന്നവരുടെ മടങ്ങി വരവിന് വേണ്ടിയൊക്കെ അവർ വളരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ചില ഭവനങ്ങളിൽ ചിലപ്പോൾ ഒരു ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളോ ആരെങ്കിലും ഒന്ന് പിന്മാറ്റമാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്നെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവരെ അല്ലെങ്കിൽ സഭയിലുള്ളവരെ ഒക്കെ എത്ര ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അവരെന്തുമാത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഒരു വിടുതൽ കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു പലപ്പോഴും വളരെ വിടുതൽ കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്, വിടുതലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിൻ്റെ മറുപടിക്ക് ഒത്തിരി സമയം എടുക്കുക. അതേസമയം ആരെങ്കിലും പിന്മാറ്റത്തിൽ പോകാൻ വേണ്ടി ആരെങ്കിലും ഉപവസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പിന്മാറ്റത്തിൽ പോകാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാതിരിക്കാൻ വേണ്ടി ഇല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവമാണ്. അതൊക്കെ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്കൊരു ഫൈറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് കയറി വരാം. അതിന് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതൊരു മുഖവരമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഗാർഡൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഗാർഡൻ അവിടെ നന്നായിട്ട് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ കാട് കയറി ഇങ്ങനെ വരും. ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ വീടെന്ന് പറയും കള. അപ്പോൾ കള വരാതിരിക്കാൻ വളരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ കളയ്ക്ക് വേണ്ടി കള ഇടാൻ ആരും പൈസ കൊടുത്ത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അതേസമയം കളയെ തടയാൻ വേണ്ടി കാശ് മുടക്കി പൈസ കൊടുത്തത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വീട് വരാൻ അധികം നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീക്ക് ഏരിയാസും ഉണ്ട്, സ്ട്രോങ് ഏരിയാസും ഉണ്ട്. അത് ആർക്കറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ചില ബലഹീനതകളുണ്ട്, നമുക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. ചില ഏരിയാസിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ചില ഏരിയാസ് ഉണ്ട്, അവർക്ക് അവിടെ വീക്ക്നെസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ആത്മീയ വളർച്ചയോടനുബന്ധിച്ച് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇന്നലെ പറഞ്ഞതിനോട് ആഡ് ചെയ്ത ഒരു കാര്യം കൂടെ പറയാം. ഈ ഗിഫ്റ്റിംഗ് അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശുശ്രൂഷയുണ്ടെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം കൃപാവരങ്ങൾ, ഗിഫ്റ്റിംഗ് ഒക്കെ ദൈവം പലപ്പോൾ ദാനമായി നൽകുന്നതാണ്. അപ്പോൾ ആത്മീയ വളർച്ച ഉണ്ടാകുമ്പോൾ കൃപാവരങ്ങളും ശുശ്രൂഷയും ഉണ്ടാകത്തില്ലെന്നല്ലേ? അതുണ്ടാകും. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണെങ്കിൽ പോലും ചിലപ്പോൾ തിരിച്ചും സംഭവിക്കും. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ അന്ത്യനാളിൽ യേശുവിൻ്റെ അടുക്കൽ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, പലരും ചെന്ന് പറഞ്ഞ്, കർത്താവ് ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, പല പല അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞില്ല. അപ്പോൾ
കർത്താവിനെ അറിഞ്ഞിട്ട് വലിയ വീരപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അതിനകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് കർത്താവിനെ അറിയാതെ ജീവിക്കുന്നത് ഒരു ഡേഞ്ചറസ് ആണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരിക്കലും കൃപാവരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടി, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രസംഗിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആത്മീക വളർച്ചയെ നാം എന്ത് ചെയ്യരുത്, കവർ ചെയ്യരുത്. ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ ദേവദാസന്മാർ കറക്റ്റായിട്ട് പറയും, ഇപ്പോഴും പറയുന്നവരുണ്ട്, പറയുന്നില്ലെന്നല്ല പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മുടെ അടുക്കലൊക്കെ വന്ന് പലരും ആശ്വാസത്തിൻ്റെ ദൂതുകളൊക്കെ പറയും. പക്ഷേ നമുക്കറിയാം ചില കാതലായ വിഷയങ്ങളുണ്ട്, നമ്മൾ പേടിച്ച് ചിലപ്പോൾ ഇരിക്കുക, അയ്യോ അത് പറയല്ലേ എന്നും പറഞ്ഞു കർത്താവ് പറയത്തുമില്ല മിക്കവാറും സമയം. അപ്പോൾ ഞാനതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എടാ നമുക്കറിയാവുന്ന കാര്യം എന്തിനാണ് ഇനിയും കർത്താവ് പബ്ലിക്കലി നമ്മളോട് പറയേണ്ടത്? ചില സമയത്ത് ദൈവം അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, അതിനെപ്പറ്റി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, വചനത്തിൽ നിന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് നല്ല ബോധ്യം തന്നിട്ടുണ്ട്. ഇനി ഒരു പ്രവാചകനെ കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കൂടെ വിഷമിപ്പിച്ചിട്ട് ഒരു പബ്ലിക്കലി ദൈവത്തിനത് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പലതും നമുക്ക് നന്നായി അറിയാം. പിന്നെ നമ്മൾ പറയും, അയ്യോ അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാത്തതുകൊണ്ട് ദൈവം അത് ഓക്കെ ആണോ എന്നുള്ളൊരു ചിന്തയിൽ ഒരിക്കലും വരരുത്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ വചനം വിട്ടിട്ട് നമ്മളോട് ഇടപെടുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗിഫ്റ്റിംഗ്, കൃപയുണ്ട്, അല്ലെങ്കിൽ ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ ചില ദൈവപ്രവൃത്തി നടക്കുന്നെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായ ആത്മീയ വളർച്ച, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരുന്ന വിഷയത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. കാരണം അതൊന്നും ഇതിനുമായിട്ട് വലിയ ഇതല്ല. കാരണം ദൈവം ചിലപ്പം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ചിലരെ ഉപയോഗിച്ചെന്നിരിക്കും, ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക സമയങ്ങളിൽ അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷേ അത് ഇതുമായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. കാരണം ഞാൻ ഇത് പലതും കണ്ടിട്ടുള്ള ഒരാളാണ്. പണ്ട് എന്തുകൊണ്ട് ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ഒരിക്കൽ ഒരു നല്ല ഒരു ദേവദാസൻ പെട്ടെന്ന് വിശ്വാസത്തിൽ വന്നു. ദൈവം അദ്ദേഹത്തെ കൃപയിലൊക്കെ നിറച്ചു. ഭയങ്കര ശുശ്രൂഷയാണ്, ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമായിട്ടൊന്ന് അടുത്ത് സഹകരിക്കേണ്ട, അപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് കൃപാവരങ്ങളൊക്കെ പ്രാപിച്ച് ആ ശുശ്രൂഷയിൽ ഇങ്ങനെ കയറി വന്ന സമയത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചു. ഒരു കാര്യം സംഭവിച്ചത്, ഞാൻ അതിൽ വളരെ അധികം ഇടപെട്ടത് കൊണ്ട്, അദ്ദേഹം ആ പക്വത പ്രാപിക്കാഞ്ഞത് കൊണ്ട് അദ്ദേഹം വലിയൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുഖാന്തരമല്ല, ഇടപെടൽ നിമിത്തമുണ്ടായി. ഒരു ദേവദാസൻ്റെ കുടുംബം തകർക്കുന്ന ഒരു ലെവൽ വരെ പോയി. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മീറ്റിങ്ങിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ പരിജ്ഞാനക്കുറവ്, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി, അല്ലെങ്കിൽ അതിലേക്കുള്ള വളർച്ച സംഭവിക്കാഞ്ഞത് കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ചിലപ്പം പലരും വല്ലാതെ ചില കാര്യങ്ങളൊക്കെ പറയും. കാരണം അവരെന്തോ ഹീറോ ആകാൻ വേണ്ടി പറയും. പണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ചിലരുണ്ടല്ലോ, ചിലരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും, ചിലരെയൊക്കെ എന്തൊക്കെയോ അല്ലേ. പണ്ടൊരാൾ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സഭയുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ചാർജ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ പോയത് അങ്ങോട്ട് പോയതാ. എന്നിട്ട് സ്വന്തം സഭയിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാൻ അവിടെ ചാർജ് എടുക്കാൻ പോകും. അപ്പോൾ എന്താണ്, സഭക്കാർക്ക് അവർക്കൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടാകണം, അയ്യോ ഞങ്ങളുടെ പാസ്റ്റർ വിട്ടു പോകുമെന്നൊക്കെ ഒരു ചിന്ത വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയത് എന്തിനാ, അവിടെ അങ്ങോട്ട് വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ദേവാസം പറഞ്ഞു, ഒക്കെ വരുവാണെങ്കിൽ പാസ്റ്റർ സൂക്ഷിക്കാൻ പറഞ്ഞു. അത്ര സംഭവിച്ചുള്ളൂ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പരത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ നോക്കാൻ പോയതാണ്, ചിലപ്പോൾ ചാർജ് എടുത്തെന്നിരിക്കും, ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, വ്യാജമായിട്ടുള്ള എത്ര നല്ല ശുശ്രൂഷകളും എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുവെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ വിഷയത്തിലാണെങ്കിലും ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉദാഹരണമാണ്. അത് ഇന്നത്തെ വിഷയത്തോടനുബന്ധിച്ച് അതിന് പ്രശസ്തിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു ഫാമിൽ ഒരു കുടുംബം, ഒരു ഫാമിൽ ഒരു ഫാർമർ, അല്ലെങ്കിൽ ഒരു കർഷകനും തൻ്റെ കുടുംബം ജീവിക്കുക. അപ്പോൾ അപ്പം അദ്ദേഹത്തിൻ്റെ അവിടെ ഒത്തിരി കൃഷിയുണ്ട്. ആ കൃഷിയിൽ ഒരു ദിവസം രാവിലെ താൻ എഴുന്നേറ്റിട്ട് താൻ പറഞ്ഞു, തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ആ കായ്ച്ചു നിൽക്കുന്ന ആ ഫലങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു ഓക്കെ. അപ്പോൾ അദ്ദേഹം പോയി ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ടറുണ്ട്, ട്രാക്ടറും കൊണ്ട് പോയി വേണം ഇത് പറിച്ചെടുക്കാൻ. അപ്പോൾ അദ്ദേഹം ആ ട്രാക്ടറും കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിടാ, ഇതിനകത്ത് പെട്രോൾ കുറവാണല്ലോ, അല്ല ഡീസൽ കുറവാണല്ലോ, അപ്പം ചില ഡീസൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഡീസൽ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ സമയത്താണ് അദ്ദേഹം നോക്കിയപ്പോൾ കുറച്ച് മറ്റ് ആടുകളൊക്കെ അങ്ങോട്ട് പോകുന്നതായിട്ടുണ്ട്, തൻ്റെ ഫാമിലുള്ള ആടുകൾ. പെട്ടെന്ന് അതിനെ നോക്കാൻ പോയി.
ആ ആടുകളെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം നോക്കിയപ്പോൾ കുറേ കോഴികൾ അങ്ങോട്ട് പോന്നു. അപ്പം പിന്നെ അദ്ദേഹം അതിൻ്റെ പുറകെ പോയി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു വെയിലുറച്ച് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കിന് ഭാര്യ വന്ന് ചോദിച്ചു, എന്തിയേ പറിക്കാൻ പോയ സാധനം എന്തിയെന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി ഇപ്പോൾ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം പോയി പറിക്കണം, കായ്ച്ചു കിടക്കുന്ന ഫലങ്ങൾ പറിക്കണമെന്നായിരുന്നെങ്കിലും തൻ്റെ യാത്രാമധ്യേ പല വിഷയങ്ങൾക്ക് നിമിത്തം തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറന്നുപോയി. എന്തിനാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളത് താൻ ജീവിതത്തിൽ മറന്നുപോയി. എന്നിട്ട് പിന്നെ ആടുകളുടെ പുറകെ പോയി, കോഴികളുടെ പുറകെ പോയി. അതൊന്നും പോകണ്ടാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ അതൊന്നും പ്രയോറിറ്റി അല്ല അന്നത്തെ. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ ഏതാണ്ട് ഒരു സ്ക്രൂ അഴിഞ്ഞിരിക്കുന്നത് നോക്കി, പിന്നെ അതിൻ്റെ പുറകെ അത് ടൈറ്റ് ചെയ്യാൻ പോയി. അതൊക്കെ പിന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഉച്ചയായി അദ്ദേഹം ചെന്നപ്പോഴത്തേക്കിന് ഈ ഫലങ്ങളെല്ലാം താഴെ വീണു. കാരണം അത് അന്ന് രാവിലെ പറിക്കാൻ ആ കറക്റ്റ് ടൈമിൽ അവർ വെച്ചിരുന്ന സമയമായിരുന്നു. പക്ഷേ അന്നേരം പറിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ലക്ഷ്യബോധ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ പ്രധാനമായി ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാകണം, എന്നാൽ ക്രിസ്തുവിനോടുകൂടെ വളരണം. ബൈബിൾ നമുക്ക് തരുന്ന ഒരു ആശ മണവാട്ടിയായിരിക്കുന്ന ഒരു സഭ എന്നുള്ളൊരാശ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കറവാട്ടം, മാലിന്യം, ചുളുക്കം ഇതൊന്നുമില്ലാത്ത ഒരു സഭ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള ജനമെന്നുള്ള ഒരു ആശയമൊക്കെയാണ് നമുക്ക് തിരുവചനത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പകൽ സമയം നമ്മുടെ അടുത്ത് ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ കുറേ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ലൈഫിൽ വരുന്ന ചില തടസ്സങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഞാൻ പറയാൻ പോകുന്ന മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇതൊന്നും പുതുമയുള്ള വിഷയങ്ങളൊന്നുമല്ല. കാരണം ബൈബിൾ നമ്മൾ വർഷങ്ങളായിട്ട് വായിക്കുന്നവരാണ്, പ്രസംഗങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒത്തിരി കേൾക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ പുതുമയല്ല. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ നമ്മളെ ഒന്ന് ഉണർത്തുവാൻ കാരണമായി തീരട്ടെ. ഒത്തിരി വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, എല്ലാ വാക്യവും എടുത്ത് വായിക്കത്തില്ല. ചിലതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് പോകും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ വചനം അറിയാവുന്നവരാണെന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, ആ വാക്യങ്ങൾ പിന്നെ വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ നിർത്തിയപ്പോൾ ഒരു പാട്ട് പാടി, ഇന്നലെ പാടി യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ തന്നെ ഞാൻ A.W. ടോസറിൻ്റെ ഒരു കോട്ട് ഞാൻ ഇന്നലെ ലാസ്റ്റിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മീയ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ കംപ്ലസൻസിയാണ്, അല്ലെ നമ്മുടെ ആ ഒരു അലസതയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പലരും ആത്മീയമായി വളരാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ അലസതകളാണ്, ലേസിനെസ്. അതിനെപ്പറ്റി റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഈ ദൈവകൃപയിൽ വന്ന ദൈവമക്കൾക്കും എന്ത് വരാൻ സാധ്യതയുണ്ട്? ഉത്സാഹത്തിൽ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉത്സാഹത്തിൽ മടുപ്പ് വരുന്നതാണോ എളുപ്പം, അതോ ഉത്സാഹത്തിൽ നിൽക്കുന്നതാണോ എളുപ്പം? എന്തെല്ലാം ഒരു ചെറിയ വിഷയം വന്നാൽ മതി, പലപ്പോഴും ഉത്സാഹത്തിൽ മടുപ്പ്. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ, ഞാൻ നാളെ പ്രാക്ടിക്കലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മടിയുണ്ടെങ്കിൽ ആത്മീയമായി നമുക്ക് വളരാൻ പറ്റത്തില്ല. മടിയുണ്ടെങ്കിൽ, ലേസിനെസ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, ഓക്കെ ഞാൻ പോകുന്ന പോലെ പോകട്ടെ, എന്നിട്ട് ഞാൻ വളരാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറയാം, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പാട്ട് പാടിക്കാൻ നമ്മൾ സ്റ്റേജിൽ കയറ്റുകയാണെങ്കിൽ, ഞാനും പാട്ട് പാടാറുള്ള ആളാണ്, ഞങ്ങളുടെ ചർച്ചിൽ പാട്ട് പാടും, ഞാൻ പ്രൈമറി പാട്ടല്ലെങ്കിലും പാട്ട് പാടുന്ന. അപ്പോൾ ആദ്യമൊക്കെ പാടാൻ നമ്മൾ പോകുമ്പോൾ ഒത്തിരി നോക്കണം, നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യണം, പാട്ടെടുക്കും, ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് നമ്മളെല്ലാം നോക്കും. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ ഈ പാട്ട് പാടുന്നതൊക്കെ നമുക്കങ്ങ് പ്രാക്ടീസ് ആകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അന്നേരം അങ്ങോട്ട് തട്ടിക്കുട്ടി അങ്ങോട്ട് ഇത് ചെയ്താൽ. അങ്ങനെയാണ് പല കാര്യങ്ങളിലും അങ്ങനെ. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു പ്രസംഗം വന്ന് ഒരാളോടൊക്കെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഓക്കെ, സങ്കീർത്തനം 23 എടുത്ത് പെട്ടെന്നൊക്കെ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പരിചയത്തിൻ്റെ ബേസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ആത്മീയ വളർച്ചയിൽ ഉഴപ്പ് പറ്റത്തില്ല. മറ്റ് പല കാര്യങ്ങളും, ഞാൻ അങ്ങനെ ഉഴപ്പണമെന്നല്ല പറഞ്ഞത്, മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് പെട്ടെന്ന് ചാടി ചെയ്യാവുന്ന പോലെ ആത്മീയ വളർച്ചയുടെ വിഷയത്തിൽ വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ദൈവം ചിലപ്പോൾ ചില ടച്ച് പോയിൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വരും. ഞാൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ദൈവം തൻ്റെ കരുണ, ചില മീറ്റിങ്ങിലൊക്കെ നമുക്ക് വലിയ ആത്മസാന്നിധ്യവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഈ വളർച്ച, രൂപാന്തരമൊക്കെ സംഭവിക്കണമെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിൽ ഉഴപ്പ് പാടില്ല. അപ്പോൾ ഒന്നാമത് ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഈ കാര്യത്തിൽ ഒന്ന് എഴുന്നേൽക്കാൻ റെഡി അല്ലെങ്കിൽ പലപ്പോഴും ആത്മീയ വളർച്ചയ്ക്ക് ഭയങ്കര തടസ്സമാണ്. രണ്ടാമത്,
നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആത്മീയമായി വളരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആത്മീയമായി വളരില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. അത് നമുക്കൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാം എടുത്ത് ശത്രുവിൻ്റെ മണ്ടയിലിടരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറയാം, അത് സെക്കൻഡായിട്ട് പറയുന്നത്. നമ്മുടെ മടിയെല്ലാം കണ്ടിട്ടോ പിശാച് എന്നെ അങ്ങനെ തടസ്സം വിട്ടു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ നമ്മൾ എഴുന്നേറ്റു, നമ്മളൊരു തീരുമാനമെടുത്തു, നാളെ രാവിലെ ഞാൻ ആത്മീയ വളർച്ചയെപ്പറ്റി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു, ഇനി നാളെ രാവിലെ മുതൽ ഞാൻ എഴുന്നേറ്റ് അല്പസമയം തിരുവചനം വായിക്കും, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമെന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തു. അലാറമൊക്കെ വെച്ചു, അലാറം അടിച്ചു, നമ്മൾ എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ സമയം ഇച്ചിരി ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇനിയിപ്പോൾ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എവിടെയൊക്കെ സമയമുണ്ട്, ഇച്ചിരി കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, ഇച്ചിരി കഴിഞ്ഞ് വായിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മടി കാണിച്ച് അവിടെ കിടന്നിട്ട് പിന്നെയും കിടന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് പിശാചിൻ്റെ മണ്ടേ പറയരുത്, അതവിടെ വെക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ശത്രുവിന് നമ്മൾക്കെതിരെ ഒരു പ്ലാൻ ഉണ്ട്. അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആത്മീയം വളരാൻ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ആത്മീയമായി വളർന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ ഉദ്ദേശങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പർപ്പസ് നമ്മളിൽ കൂടെ നിവർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. അത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ വളർന്ന ഒരു പക്വത പ്രാപിക്കാതെ ദൈവം എൻ്റെ കയ്യിൽ ഒന്നും ഏൽപ്പിക്കത്തില്ല. ഓരോ കാര്യം നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിനൊരു പക്വത വേണം. ഞാൻ അതിനെങ്ങനെയാണ് കാണുന്നത്, ഇപ്പോൾ എൻ്റെ 10 വയസ്സുള്ള മോൻ എന്ന് പറയാം എനിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കാറ് മേടിച്ച് കൊടുക്കത്തില്ല. കാരണം ഒന്നാമത് നിയമം അനുവദിക്കുന്നില്ല. അല്ല, ഇനി നിയമം അനുവദിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള പക്വത വരുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കത്തെ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നോട് ഇന്ന് വരെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ച സമയത്ത് എനിക്ക് അതിന് മറുപടി കിട്ടിയില്ല. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ സമയത്ത് തരാൻ? പിന്നെ അത് കിട്ടിയപ്പോൾ അത് ഇങ്ങനെ അപ്പോൾ ആ സമയങ്ങളിൽ ദൈവം എന്നോട് എന്നെ മനസ്സിലാക്കിപ്പിച്ച ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ തന്നാൽ നിനക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ല, നിനക്കതിനുള്ള പക്വതയില്ല. അന്ന് ഞാൻ തന്നിരുന്നെങ്കിൽ നീ അത് കൊണ്ടുപോയി നശിപ്പിച്ചേനെ, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് ട്രാക്ക് വിട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് നിനക്കൊരു പക്വത വരാതെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. അതപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ. പക്ഷേ ദൈവം നമ്മൾ നല്ല ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ ശത്രു നമ്മളെ തകർക്കാം. അപ്പം ശത്രുവിൻ്റെ ഒന്നാമത്തെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ദൈവസന്നിധിയിൽ വരരുത്. ഇനി വന്നാൽ അവനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകണം. ഇനി പിന്മാറ്റത്തിൽ പോയില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഘടകം ഞാൻ പറയുന്നു, പ്ലാൻ സി എന്താണെന്ന് ചോദിച്ചാൽ, അവനെ സഭയ്ക്കകത്തിട്ട് ഒരു 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 വല്ലാത്ത പരുവത്തിൽ നിർത്തുക. എവിടെ ഉടക്കുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ഉടക്കിപ്പിക്കുക, ഇല്ലാത്ത കാര്യത്തിലെല്ലാം കയറി ചാടുക, എവിടെയെങ്കിലും ഇല്ലാത്ത കാര്യത്തിലെല്ലാം പോയി കൈയിട്ടിട്ട് അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കുക, എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കുക. ഈ ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് തന്നെ ഒരു ഉടക്കിൻ്റെ ആത്മാവുണ്ട്. അവരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഉടക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരുവൻ ആത്മീയമായി വളർച്ച പ്രാപിക്കാതെ ദൈവസഭയിൽ നിന്നാൽ, ഒരുവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ വേണ്ട പോലുള്ള ആത്മീയ വളർച്ച പ്രാപിക്കാതെ ഒരു സഭയോ ശുശ്രൂഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്നാൽ, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുക എന്ന് മാത്രമല്ല, അതല്ല വിഷയം. അതൊരു വിഷയമാണെങ്കിൽ പോലും രണ്ടാമത്തെ വിഷയം, നമ്മൾ വളർച്ച പ്രാപിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ തടസ്സത്തിന് കാരണമാകുകയാണ്. ദൈവപ്രവൃത്തിക്ക് ഒരു തടസ്സമായി മാറുകയാണ്. നമ്മൾ ശത്രുവിൻ്റെ കയ്യിലെ ഒരു ആയുധമായി മാറും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ചിന്തിച്ച് നോക്കിക്കോ. പലപ്പോഴും ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകുന്ന സമയത്ത് എത്രയോ സഭകളിൽ ഞാൻ ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ലതായിട്ട് ഔട്ട്റീച്ചൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനമൊക്കെ ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ പെട്ടെന്നൊരു തടസ്സം പെട്ടെന്ന് അതങ്ങ് നിന്ന് പോകും. കാരണം ദേശത്തിന്, അപ്പം നമ്മൾ പറയാം ദേശാധിക ശക്തികൾ ഇളകി, ഇതളന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ശരിയാ. പക്ഷേ അവൻ ഇളകിയത് ഇതുവഴിയാന്ന് ചോദിച്ചാൽ, ഒന്നോ രണ്ടോ ആൾക്കാർ ആത്മീയമായിട്ട് ആ ഒരു വളർച്ച പ്രാപിക്കാത്ത ഒന്നോ രണ്ടോ ആൾക്കാർ എന്തൊക്കെയോ ഒരു കൊനിഷ്ഠ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണ്ടാത്തത് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആകെപ്പാടെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഫ്രെയിംവർക്ക് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞില്ല കർത്താവിൻ്റെ വലിയ ഉദ്ദേശമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും സംഭവിച്ചത് എന്താണ്? രണ്ടുപേര് തമ്മിൽ, ഇന്നലെ പറഞ്ഞ പോലെ പിള്ളേർ തമ്മിൽ അടിയിട്ട പോലെ ഒരു ചെറിയ വിഷയമേ ഉണ്ടായുള്ളൂ. പക്ഷേ ആ ദൈവിക പദ്ധതിക്കെതിരെ തടസ്സമായി നിൽക്കുക. അപ്പോൾ പിശാചിനെ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഞാൻ വളരേണ്ട പോലെ വളർന്നില്ലെങ്കിൽ ഞാൻ പ്രയോജനപ്പെടുന്നതിന് പകരം തടസ്സമായിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ ഡേഞ്ചറസ് തോട്ടാണ്. കാരണം ദൈവപദ്ധതിക്കെതിരെ തടസ്സമാകുക എന്ന് പറയുന്നത്,
അത് വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേണ്ട പോലെ അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയാം നമുക്ക് പോരാട്ടമുള്ള ചേട്ടൻ. ഞാൻ ആ പോരാട്ടത്തിൻ്റെ വിഷയത്തെ ഡിമിനിഷ് ചെയ്യുകയല്ല, അത് ഇല്ലെന്നല്ല പറയുന്നത്, അതുണ്ട്. പക്ഷെ അവൻ പോരാടുവാൻ, അതിനെ ജയിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ അത്യാവശ്യമാകുന്നത് പോലെ തന്നെ നമ്മൾ പക്വത പ്രാപിക്കണം. കാരണം പലപ്പോഴും ഒരു വിഷയം ഉണ്ടാവും. ചിലയിടത്തൊക്കെ നല്ലൊരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ കാര്യം എന്താണ്? എല്ലായിടത്തെ കാര്യമല്ല, ചിലയിടത്തുണ്ടാവും. അതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ അതിന് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, ഞാൻ സാധാരണ ഒരു ഉദാഹരണം ഉപയോഗിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇന്നിനി ഉപയോഗിക്കുന്നില്ല. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ഉപവാസം വെടിഞ്ഞല്ലേ, നമുക്ക് എല്ലാവരും കൂടെ കഞ്ഞിയും പയറും കുടിക്കാമെന്നും പറഞ്ഞ് കഞ്ഞിയും പയറും കുടിച്ച് സന്തോഷിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ ആ വാക്കുകൾ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായി വലിയൊരു പ്രതിസന്ധിയായി. അതോടെ അത് തീർന്നു. അപ്പോൾ പിന്നെ നമ്മൾ പറയും ദേശാധിക ശക്തികൾ. അപ്പോൾ അതുകൊണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനോടും അത്രേ. പക്ഷേ അതിൻ്റെ കയ്യിൽ ഇൻസ്ട്രുമെൻസായി മാറാൻ പലപ്പോഴും നമ്മൾ കാരണക്കാരായി മാറുന്നതിൻ്റെ റീസൺ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഇതുവരെ വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു റീസൺ. അപ്പം പിശാചിൻ്റെ ഒരു അല്ലെങ്കിൽ ശത്രു നമുക്കെതിരെ പയറ്റുന്ന വിഷയമുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം അധ്യായം, 2 കൊരിന്ത്യർ 2:11 അവിടെ വായിക്കുന്നുണ്ടല്ലോ, പിശാച് നമ്മളെ തോൽപ്പിക്കരുത്, കാരണം നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. വി ആർ നോട്ട് ഇഗ്നോറൻ്റ് ഓഫ് ഹിസ് സ്കീംസ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്കീം എന്നുള്ളൊരു വേർഡാണ് ഇംഗ്ലീഷിൽ. അവൻ്റെ തന്ത്രങ്ങൾ. ഒരു മാർക്കറ്റിംഗ് എന്തെങ്കിലും നമ്മുടെയൊക്കെ വിൽക്കാൻ വരുന്ന ഒരാൾ വന്നാൽ അവൻ പല തന്ത്രങ്ങളുമായിട്ടാണ് വരുന്നത്. അവൻ ആദ്യമേ ടോപ്പിൽ തുടങ്ങും. നമ്മൾ അവിടെ വീണില്ലെങ്കിൽ താണ് പിടിച്ച് അവൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് വീഴ്ത്തണം, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കണം. ചിലപ്പം 1000 തുടങ്ങുന്നതാണ്, അവൻ ചിലപ്പം 100 വരെ വരാനുള്ള തന്ത്രങ്ങളുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. അവൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒരു 100എങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് മേടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ അവൻ. അപ്പോൾ 1000 നമ്മൾ വീണാൽ 1000 അവൻ കൊണ്ടുപോകും, 500 വീണാൽ 500 കൊണ്ടുപോകും. ഇനിയും ഒന്നും കിട്ടിയില്ലെങ്കിൽ 100 കിട്ടുകയാണെങ്കിൽ അവൻ 100 കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ സ്കീംസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ആത്മീയമായി വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മീയമായി വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. അപ്പം തന്നെ നമ്മൾ വളരാതിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറും. അപ്പോൾ ഓർക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നമ്മൾ അറിയാതെ ശത്രുവിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗൗരവമായി എടുക്കണം. അപ്പോൾ നമ്മൾ ശത്രുവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള പഠിച്ചവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിലും അതിന് ആ ഒരു വിഷയം ഞാൻ പറയുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരേണ്ട രൂപാന്തരം വരാതെ ഞാൻ എൻ്റെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിന്ന് പോയാൽ, അല്ലെങ്കിൽ ഞാൻ കാരണം പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്മാറ്റത്തിൽ പോയാൽ, അവരുടെ കർത്താവിലേക്കുള്ള താല്പര്യം കുറഞ്ഞു പോയാൽ, അവിടെ ജയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ശത്രു, അവൻ ഉപയോഗിച്ചത് ആരെയാന്ന് ചോദിച്ചാൽ നമ്മളെ. ആത്മാക്കളെ നേടുവാൻ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ജനത്തെ സുവിശേഷത്തിൻ്റെ നിർമ്മല സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കൂട്ടം ജനം വളരെ വിഷമിച്ച് ഭാരപ്പെട്ട് അവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ നമ്മൾ ആത്മീയമായി വളർന്നില്ലെങ്കിൽ നമ്മൾ അതിന് നേരെ തടസ്സമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, 100 കാര്യങ്ങൾ നല്ലത് ചെയ്താൽ ഒരൊറ്റ തിന്മ ചെയ്താൽ മതി കാര്യങ്ങളെല്ലാം പോകാൻ. അപ്പോൾ ഞാൻ അവിടെ വിടുന്നു ആ വിഷയം. രണ്ടാമത് പറഞ്ഞത് ശത്രുവിൻ്റെ പദ്ധതി. അതിന് ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിലും നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മൾ അവൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറരുത്. അടുത്തതൊരു പ്രധാന വിഷയം പറയുമ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നല്ല, എല്ലാവരും അങ്ങോട്ട് ഓപ്പണായിട്ട് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യത്തില്ല. അത് ജഡവും പാപവും. നമ്മൾ ഒരു ട്രൈക്കോട്ടമി, നമ്മൾ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ദേഹാത്മാവ്, നമ്മൾ 3 നമ്മൾ. അപ്പോൾ നമുക്ക് ജഡമുണ്ട്, ജഡത്തിൻ്റെ മോഹങ്ങളുണ്ട്. ജഡത്തിൻ്റെ മോഹങ്ങളുണ്ട്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 1:14-15 വാക്യങ്ങൾ, ജെയിംസ് ചാപ്റ്റർ 1:14-15, യാക്കോബിൻ്റെ ലേഖനം. ഞാൻ പെട്ടെന്ന് പറയും, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ട് ആകുന്നു. അപ്പം എന്തു പറ്റുന്നു? നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, അതിൻ്റെ ആകർഷണങ്ങൾ,
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പാപം വരുന്നതും മരണം വരുന്നതും നമുക്കറിയാം വാക്യങ്ങൾ. പക്ഷെ അവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജഡത്തിൻ്റെതായ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ കിടപ്പുണ്ട്. അത് ഈ ജഡത്തിൽ, ശരീരത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ റോമാലേഖനത്തിൽ നമുക്കറിയാം 8-5-6 വാക്യങ്ങൾ, റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 5 and 6, അവിടെ ഇങ്ങനെ പറയുന്നല്ലോ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത്, ആത്മാവിൽ ഉള്ളവർ ആത്മാവിൽ ആ ഒരു അനുഭവത്തിൽ ചിന്തിക്കുകയാണ്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാകും തന്നെ. അപ്പോൾ ജഡവും പാപവും ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജഡമെന്ന് പറഞ്ഞാൽ ജഡം മാത്രമല്ല, ജഡത്തിൻ്റെ ആ ചിന്തകളെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കും. അപ്പോൾ അതിനകത്ത് എന്താണ് ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ? നമ്മളൊരു ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ് സ്നാന ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പഴയ മനുഷ്യൻ, നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറി. ഇനി ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലെന്നല്ല, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ വരുമ്പോഴും അത് ക്രിസ്തുവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് അതിനെ ജയിച്ച് അത് നമ്മൾ ഇനി അതിൻ്റെ ഇഷ്ടങ്ങളെ നിവൃത്തിയാക്കാതെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ മുമ്പോട്ട് പോകും. അപ്പം തന്നെ പാപമുണ്ട്. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ആത്മീയമായി വളരാത്തതിൻ്റെ കാരണം അതിനിങ്ങനെ പറഞ്ഞാൽ ഹാബിച്വൽ സിൻസ്, അത് ഹാബിറ്റായിരിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിരിക്കുന്ന അംഗങ്ങളൊക്കെ എടുത്തെടുത്ത്, അല്ലെങ്കിൽ അഡിക്ഷൻസ് എന്ന് വേണേൽ പറയാം, അടിമകളായിരിക്കുന്ന പാപങ്ങൾ, പിന്നെ രഹസ്യ പാപങ്ങൾ, സീക്രട്ട് സിൻസ്. ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ഡേഞ്ചറസ്, ഈ പാപത്തോടനുബന്ധിച്ച് വരുമ്പോൾ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മനസ്സ് അല്ലെങ്കിൽ ചിന്ത. കാരണം ചിന്ത മാത്രമേ നമുക്കങ്ങോട്ട് ആർക്കും അങ്ങനെ ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ചിന്ത, അപ്പോൾ അതിനെ യേശു കർത്താവ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ചിന്തയിൽ ശുദ്ധി വേണം, നമ്മുടെ ചിന്തയിൽ ശുദ്ധി വേണം. നമ്മൾ വെളിയിൽ നിന്ന് എത്ര ശുദ്ധി ഉണ്ടെങ്കിലും മനസ്സിന് ശുദ്ധി വേണമെന്നുള്ളത് യേശു പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ആത്മീയ വളർച്ചയുടെ വിഷയത്തിൽ നമ്മൾ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ ഒരു പാഠവും നമുക്ക്, അല്ലെങ്കിൽ യേശു പറഞ്ഞതൊന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി ഇന്നലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അർത്ഥം എന്താണ്? ഞാൻ 10 ദിവസം ഉപവസിച്ചു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മാവ്. അപ്പം നല്ല കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു, നമുക്ക് ചിലപ്പോൾ ആത്മാഭിഷേകത്താൽ നമ്മളെ നിറച്ചു, നമ്മളെ ശക്തീകരിച്ചു, നമ്മൾക്ക് ദൈവം കൃപ തന്നു, എല്ലാം തന്നു, നല്ല കാര്യം തന്നെ. പക്ഷേ 11-ാം ദിവസമായി 12-ാം ദിവസമായി ഞാൻ എൻ്റെ തോട്ട് ലൈഫിനെ, എൻ്റെ ചിന്താ ജീവിതത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വളരാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കർത്താവെ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അപ്പം ഇതിനെപ്പറ്റി സമയമില്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് വളരെ ക്ലിയറായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും പാപത്തിൽ വീണാൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. പക്ഷേ അവിടെ നിരന്തരമായി ചില പാപ സ്വഭാവങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു, അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. പാപത്തിൽ വീഴത്തില്ലെന്നല്ല ഞാൻ ഒരിക്കലും പറയത്തില്ല, ചിലപ്പോൾ നമ്മളിത് തെറ്റ് പറ്റിയെന്നിരിക്കും. ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ജഡ സ്വഭാവം നമ്മുടെ മുമ്പിൽ വന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ കള്ളം പറയുന്ന വിഷയം, ചിലർക്ക് ഇപ്പോൾ കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അവർ പെട്ടെന്ന് കള്ളം പറഞ്ഞു, അത് കഴിഞ്ഞ് അവർ റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയല്ല, അതങ്ങ് ഓക്കെ കുഴപ്പമില്ല, കള്ളവും വിശ്വാസ ജീവിതം എല്ലാം ഒരുമിച്ച് പോകുന്നുള്ള ഒരു അനുഭവമല്ല. അതിനെ അനുതപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യ പാപങ്ങൾ അല്ലെങ്കിൽ ഹാബിച്വലായിട്ടുള്ള പാപങ്ങൾ, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നാം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയട്ടെ, കൃപാവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യം തന്നെ, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ ആന്തരികമായ ജീവിതത്തിൽ, നമ്മുടെ ഇന്നർ ലൈഫിൽ എവിടെയെങ്കിലും തെറ്റായ കാര്യം, ഞാൻ പറഞ്ഞു, അത് പ്രവാചകൻ വന്ന് പറയണമെന്നില്ല, പറഞ്ഞാൽ നല്ല കാര്യം തന്നെ, അത് വന്നാൽ നല്ല കാര്യം തന്നെ. പക്ഷേ ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പ്രവാചകൻ വന്ന് നമ്മളെ പരസ്യമായിട്ട് ഇത് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷേ ദൈവം പലപ്പോഴും അത് ചെയ്യത്തില്ല. കാരണം ദൈവം പറയും ഓക്കെ ഇവനെ, കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ആത്മീയമായി വളരണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്, അതിനെ ഇഗ്നോർ ചെയ്യാതെ, കർത്താവേ ഒരു ദിവസം നമ്മൾ ഉപവസിക്കാനിരിക്കുമ്പോൾ ഇന്ന് പകുതി ദിവസങ്ങളും കർത്താവേ ഞാൻ ഉപവസിക്കുന്ന എൻ്റെ ഈ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം കർത്താവേ, അതിനുവേണ്ടിയാണെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ വിശ്വാസം ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, അതിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തോ, അത്
പല രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ വിഷയം അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നാം വീണു പോകുന്ന ഒരു അനുഭവവും അല്ലെങ്കിൽ പാപത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ മുന്നേറുന്ന അനുഭവമാണെങ്കിൽ അത് ചിലപ്പോൾ കാണുന്ന വിഷയമായിരിക്കാം, കേൾക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ വിഷയങ്ങളായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ വിഷയത്തെ ഒന്ന് അക്നോളജ് ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മൾ ശരിക്കും കർത്താവേ എനിക്കിതിൻ്റെ മേലൊരു ഓവർകം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തോടെ പ്രാർത്ഥിക്കാനെങ്കിലും നമ്മൾ ആരംഭിച്ചില്ലെങ്കിൽ ആത്മീയ വളർച്ച വേണ്ട പോലെ ഉണ്ടാകത്തില്ല. കാരണം ഇത് നമ്മുടെ കർത്താവ് വളരെ റിയാലിറ്റി. എനിക്ക് ഏറ്റവും എൻ്റെ കർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഇത് റിയാലിറ്റി അല്ലേ, ഇതൊരു സത്യാവസ്ഥയല്ലേ, ഇതൊരു ദൈവം ഒരു എന്താ പറയുന്നത് ഒരു വെറുതെ എന്തെങ്കിലും ഒരു പ്രഹസനമല്ലല്ലോ. മനുഷ്യർ ചിലപ്പം പ്രഹസനങ്ങൾ കാണിച്ചെന്നിരിക്കും, പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കലും പ്രഹസനമല്ല. അവൻ നമ്മൾക്ക് വേണ്ടി ജീവൻ തന്നു. പിന്നെ വേറൊരു കാര്യം ഓർക്കണം, അവൻ നമ്മളെ പണിയും, നമ്മുടെ പിതാവാണ്, അവൻ നമ്മളെ പണിയുകയാണ്. നമ്മൾ എന്തുമാത്രം കർത്താവ് പണിതുകൊണ്ടാണ് വരുന്നത്, നമ്മൾ എന്തുമാത്രം പണിതാ ദൈവം ഇത്രത്തോളം കൊണ്ട്. അപ്പം ദൈവം ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല, വെറുതെ വിടത്തില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം, ഈ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, ഫ്രൂട്ട്ഫുൾനെസ്സും ഫെയ്ത്ത്ഫുൾനെസ്സും. ഫലപ്രദമാകുന്നതും വിശ്വസ്തത. അപ്പോൾ വിശ്വസ്തത ഇല്ലാതെ ഫലം വന്നാൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കരുത്. ഞാൻ ഒന്നും കൂടെ പറയാം, വിശ്വസ്തതയില്ല, രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തതയില്ല, പക്ഷെ ഫലം ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ സന്തോഷിച്ചോ, കുഴപ്പമില്ല, എല്ലാവരുടെയും കൂടെ. അപ്പോൾ എല്ലാവരും പറയും അയ്യോ ഭയങ്കര മിനിസ്ട്രി, കർത്താവിൻ്റെ ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ എന്നെ തന്നെ ഇട്ടങ്ങ് പറയാം, അപ്പോൾ നിങ്ങൾക്കും വിഷമമാണ്. ഭയങ്കര മിനിസ്ട്രി, ഈ ദിവസങ്ങളിൽ ഭയങ്കര മീറ്റിംഗ് ആണ്. അപ്പോൾ തന്നെ പലരും വിളിക്കുന്നു, ബൈബിൾ ക്ലാസ്സിന് വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, എല്ലാവരും സന്തോഷമാണ്. അപ്പോൾ അപ്പം വേണേൽ ഒന്ന് മുഖം വെച്ച് ചിരിച്ചോ, പക്ഷേ നീ നിൻ്റെ മുറിക്കകത്ത് കയറിയിട്ട് പറയാം കർത്താവേ ഇതൊക്കെ ശരിയാണ്, പക്ഷേ എന്നെ വിശ്വസ്തനാക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ ഒരിക്കലും നമ്മൾ, കാരണം വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഫലം ഉണ്ടല്ലോ, അത് കാണുന്ന ആ റിസൾട്ട് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അത് ദൈവികമായ റിസൾട്ടാണ്. പക്ഷേ വിശ്വസ്തത ഇല്ലാതെ എന്തൊക്കെയോ സംഭവിക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ബോണസായിട്ട് കർത്താവ് തന്നതാ, അല്ലെങ്കിൽ ചിലപ്പോൾ ശത്രു കൊണ്ടിരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ വളർച്ചയുമായിട്ട് കണക്കല്ലേ. ഞാൻ 2 മീറ്റിംഗ് പ്രസംഗിച്ചു എന്നും പറഞ്ഞ് എനിക്ക് വളർച്ച ഉണ്ടായെന്നും പറഞ്ഞ് ഞാൻ വലിയ ഫോമിൽ നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വെളിയിൽ നടക്കുന്നതും ഉള്ളിലെ വളർച്ചയും തമ്മിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഉള്ളിൽ വളർച്ച നടക്കുമ്പോൾ പുറത്ത് ദൈവം അതിൻ്റെ പ്രവൃത്തി നടത്തും, അതിനകത്ത് സംശയമില്ല. പക്ഷേ പുറത്ത് എന്തൊക്കെയോ നടന്നെന്നും പറഞ്ഞ് നമ്മുടെ പാപവും അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ നിലനിൽക്കുമ്പം തന്നെ, അല്ലെങ്കിൽ അതിൽ നമ്മൾ മുന്നേറുമ്പം തന്നെ, അതിനെ ഒന്ന് ജയിക്കാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചർച്ച ചെയ്യുന്നപ്പം പാസ്റ്റർ വിളിച്ച് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രബോധനം പറയാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടും കർത്താവ് എനിക്ക് അവസരമൊക്കെ തന്നല്ലോ, അതുകൊണ്ട് കർത്താവിന് അതൊന്നും കുഴപ്പമില്ലായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഒരാൾ പ്രസംഗിക്കുന്ന കേൾക്കുന്നത്, കർത്താവിന് പാപവുമായിട്ട് വിഷയമൊന്നുമില്ല, അവൻ കാൽവരി ക്രൂശിലെല്ലാം ഏറ്റെടുത്തു, അതുകൊണ്ട് നീ ജഡത്തിൽ എന്ത് ചെയ്താലും അത് ദൈവത്തിന് പ്രശ്നമല്ല, നീ പാപത്തിൽ നിന്റെ പാപം എന്ന് പറയുന്നത് ദൈവത്തിനൊരു വിഷയമേ അല്ല. ആ പ്രസംഗം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇതാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്, യേശുവിൻ്റെ വചനത്തിന് മാറ്റമില്ല. അപ്പോൾ ആത്മീയ വളർച്ചയുടെ ഹിൻഡ്രൻസ് ആണല്ലോ പറഞ്ഞത്, അതിൽ കൂടുതൽ ഞാൻ സമയം ഇനി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ജഡവും പാപവും അതിനെ ജയിക്കുവാൻ, അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയത്തില്ല. അടുത്തത്, നമ്മുടെ ലൈഫിൽ ഡിസ്ട്രാക്ഷൻസും റിലേഷൻഷിപ്സിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഡിസ്ട്രാക്ഷൻ. ഞാനമ്പേ ആ ഫാർമറിൻ്റെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി രാവിലെ പലം പറിക്കാൻ വേണ്ടി കൃഷിക്കാരൻ്റെ കാര്യം പറഞ്ഞു, അതിനുവേണ്ടിയാണ് പുള്ളി രാവിലെ ചാടി എഴുന്നേറ്റ് റെഡിയായി ഒക്കെ പോയതെങ്കിലും ഈ റോഡിൽ കണ്ടത് മുഴുവൻ അതിൻ്റെ പുറകെ പോയി ഉച്ചയായി പുള്ളിയുടെ കാര്യം, പുള്ളി ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറയാം, രാവിലെ ഇപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടേതായ ബൈബിൾ എടുത്തിട്ട് ആ ബൈബിളൊന്ന് വായിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേൾക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. ചിലരുടെയൊക്കെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളതൊക്കെ കേട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകണം. പക്ഷേ നമ്മൾ നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലൊന്ന് പോയി അപ്പനോടൊന്ന് പ്രാർത്ഥിച്ച് അപ്പൻ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടിട്ട് മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഈ ലോകത്തിൽ ഇന്ന് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി ഉള്ള ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ.
അതുപോലെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. നമ്മുടെ ആത്മീയത്തെ ചോർത്തിക്കളയുന്ന ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തരുത് ജീവിതത്തിൽ. നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അവരോട് വഴക്കിടണമെന്നല്ല. ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് നമ്മളെ ആത്മീയ ജീവിതത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ കൃപയെ ചോർത്തിക്കളയുന്നതാണെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. കാരണം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത് വലിയതാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതികൾ, അതിനകത്തൊരു കോംപ്രമൈസിന് വെർത്തല്ലത്. മനസ്സിലാ? ഒന്നും കൂടെ പറയാം. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പദ്ധതികൾ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ല ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലെ ഒരു താൽക്കാലികമായിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ കൃപ ചോർത്ത് കളയാനുള്ള അതിനകത്ത് അത്രയ്ക്ക് യോഗ്യമല്ല. അപ്പോൾ ഞാൻ പറയുന്നു, കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ അടുക്ക് വന്ന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മളെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റുന്നവരുണ്ടെങ്കിൽ, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആ പിശാചിൻ്റെ കയ്യിൽ ആയുധങ്ങളാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്റ്റോപ്പ് പറയണം, അല്ലെങ്കിൽ അവരോട് പറയണം, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം, എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. കാരണം എനിക്ക് നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ തന്നെ എൻ്റെ ആത്മാവിനെ ഇവിടെ വെച്ച് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒത്തിരി വിമർശനങ്ങൾ കേട്ട് നമ്മൾ വിമർശനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യരുത്. ഒത്തിരി വിമർശനങ്ങൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോ അവസ്ഥകളോ മനസ്സിലാക്കണ്ട എന്നല്ല പറഞ്ഞു. അതിനകത്ത് നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചിലർ ഈ വിമർശനങ്ങൾ കേട്ടിട്ട് വിമർശനത്തിനെ പറ്റി ഒരു ഭയങ്കര രസം ഡെവലപ്പ് ചെയ്യും. ഇന്ന് ഈ മീഡിയ, ആത്മീയ മീഡിയയെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, ഈ സെക്യുലർ മീഡിയയിൽ ഇത് തന്നെ, ആത്മീയ മീഡിയയിൽ ഇത് തന്നെ നടക്കുന്നത്. നമ്മൾ എഴുത്ത് നോക്കിക്കോ, ഒരു നല്ല കാര്യം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷേ വിമർശനം പറഞ്ഞു, ഇനി ഒരാൾ താടി വെച്ചും അല്ലെങ്കിൽ ഒരാൾ മീശ അടിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു വേറെ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാൾ താടി പഠിച്ചു എന്നും പറഞ്ഞൊരു ന്യൂസ് ഇട്ടാൽ അതിനുവേണ്ടി കാണാൻ ഒത്തിരി പേര് കാണും. അതാ ഒരു നല്ല കാര്യം പറഞ്ഞു, അതിൽ കാണാൻ ആരും കാണത്തില്ല. അപ്പോൾ ആ ഒരു ജനറേഷനിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി അതിനേക്കാൾ ക്രിട്ടിക്കൽ, അത് നമ്മുടെ ആകത്തൊരു ക്യൂരിയോസിറ്റി വരും. പിന്നെ അതിനെപ്പറ്റി സംസാരമായി, ചർച്ചയായി, അവരെപ്പറ്റി പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ ഗാർഡ് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വിഷയങ്ങൾ അറിയല്ലെന്നോ അല്ലെങ്കിൽ അല്ല, പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വിഷയം നമ്മൾ അറിഞ്ഞു, അത് എത്ര പ്രാവശ്യം അറിയണം? അത് 10 ഇടത്തുനിന്ന് വായിച്ചാലേ അത് നമുക്കറിയാം. അത് പിന്നെ അതിൻ്റെ ചുരുക്കം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 10 പേരുടെ അറിയുമ്പോൾ 10 പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മളത് രസിക്കുക, നമ്മുടെ ജഡം അതിൽ രസിക്കുക. നമ്മുടെ ജഡം ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ ഇനി ആത്മീയമായ വിഷയത്തിലാണെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ മേക്ക് ഷുവർ ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. നമ്മളൊരു വിഷയം ഒരാളോട് ഷെയർ ചെയ്യത്തക്കവണ്ണം ഒരു വിഷയമാണെങ്കിൽ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഇപ്പോൾ ഒരാളൊരു അബദ്ധം പറ്റി, ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ പോലും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സഹോദരനല്ല സഹോദരിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് കേട്ട്, കർത്താവേ, അവരാ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവരത് ഒന്ന് താങ്ങണമേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിയും മറ്റേതും വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുകയും നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില തടസ്സങ്ങളെ, ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ നമ്മളെ ഞെരുക്കിക്കളയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈ പല സ്ഥലങ്ങളിൽ വീണ വിത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, ചിലത് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട, അതിനെപ്പറ്റി നമ്മൾ വായിച്ചുകൊണ്ടായി. അപ്പോൾ അവർക്ക് എന്താ പറ്റുന്ന, വചനം കേട്ടുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും ഒക്കെ അവരെ ഇങ്ങനെ ഞെരുക്കി, ആ കേട്ട വചനത്തെ ഞെരുക്കിക്കളഞ്ഞ ഒരവസ്ഥയെപ്പറ്റി മത്തായി സുവിശേഷം 13-22 വായിക്കുന്നുണ്ട്. ഇപ്പം വായിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒത്തിരി ചിന്തകൾ, ഇവിടുത്തെ പറ്റി ഒത്തിരി ചിന്തകൾ, അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ബിസിയാണ്, ഒത്തിരി ആക്ടിവിറ്റീസിൽ, ഒത്തിരി കാര്യങ്ങളിൽ ബിസിയാണ്, ഒത്തിരി തിരക്കാണ്. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് ആത്മീയമായി നമ്മുടെ വളർച്ചയ്ക്ക് അതിന് ഹിൻഡ്രൻസ് വരും, തടസ്സം വരും. അപ്പോൾ അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ എത്ര പണമുണ്ടെങ്കിലും, നമ്മുടെ എത്ര പണമുണ്ടെങ്കിലും ഒരു പണവും ഇല്ലാതെ നമ്മൾ ലോകത്തുനിന്ന് പോകാനുള്ളവരാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം അറിയാമെങ്കിൽ പോലും പലരും ഈ ധനമോഹമെന്ന് പറഞ്ഞില്ലെങ്കിലും അവർ ഭയങ്കര ഇതിൻ്റെ പുറകെ അങ്ങ് നടക്കുന്ന ഒരു അനുഭവം പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വരും. എല്ലാവരുടെയും പ്രശ്നമല്ല അത്, ചിലർക്കുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ചിന്തകൾ,
ഈ ചിന്തകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ തിരക്ക് കൂട്ടല, ഭയങ്കര തിരക്കാണ്. ചിലപ്പം കർത്താവിന് വേണ്ടി ആയിരിക്കാം തിരക്ക്. കർത്താവിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടോട്ട് ഓടി ഒത്തിരി തിരക്കാണ്. പക്ഷേ ആ തിരക്കിൻ്റെ മധ്യത്തിൽ നമുക്ക് കർത്താവിനെ മുഖം അന്വേഷിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥകൾ വരും. പക്ഷേ എന്നെ പലപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരി പേരുടെ കാര്യം നമ്മൾ കേൾക്കാറുണ്ട്, 5 മണിക്കൂർ അവർ പ്രാർത്ഥിക്കുന്നവർ. പക്ഷേ എന്നെ ഏറ്റവും ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ യേശു കർത്താവിൻ്റെ കാര്യമാണ്. കാരണം യേശു കർത്താവിന് ആകെപ്പാടെ 3.5 വർഷത്തെ സമയമുള്ളായിരുന്നു. യേശു കർത്താവ് 3.5 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, പകൽ മുഴുവൻ പരസ്യമായി ശുശ്രൂഷ ചെയ്യുന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ യേശു പ്രിപ്പറേഷന് സമയമെടുത്ത് രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് ഒരിക്കലും ആ ഒരു കാര്യം നെഗ്ലക്റ്റ് ചെയ്തില്ല. കാരണം യേശു ക്രൂശിൽ മരിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഈ ഗെത്സമനയിലൊന്നും പോയിരുന്ന് കരയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വേറൊരു രീതി ചിന്തിച്ചാൽ കർത്താവ് എന്തായാലും കുരിശ് മരിക്കാൻ പോവല്ലേ. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ഒത്തിരി ശുശ്രൂഷ ചെയ്ത് ക്ഷീണിച്ച് വന്ന് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ വിശക്കുകയും ദാഹിക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നല്ലോ യേശു കർത്താവിന്. ഡിവിനിറ്റിയിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവിന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് യേശു പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എത്ര ബിസിനസ്സും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ കുടുങ്ങിപ്പോയാൽ നമുക്ക് വേണ്ട പോലെ യേശുവിൻ്റെ പാദത്തിലിരുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. മാർത്തായെ പോലെ മാർത്ത വളരെ ആവശ്യമാണ്, ഫുഡ് വേണം. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അവൾ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടു പോയാൽ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയത്തില്ല. അപ്പോൾ നാളെ ഞാൻ അതിനെപ്പറ്റി കർത്താവ് സഹായിക്കുന്നെങ്കിൽ ഒന്നും കൂടെ പറയാതെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന്. കാരണം നമുക്ക് കൂട്ടായ്മകൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കൂട്ടായ്മ, വിറ്റ്നസ്സിങ്, പ്രാർത്ഥന, വചനധ്യാനം, ഇതെല്ലാം ആവശ്യമാണ് ഒരു ക്രിസ്ത്യൻ സൈക്കിള് അല്ലെങ്കിൽ ക്രിസ്തു സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പോകാൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രു ഇങ്ങനെ ഒത്തിരി ഞെരുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതൊത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഞെരുക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ വന്നിട്ട് നമ്മളങ്ങ് ഞെരുങ്ങി അങ്ങ് ഒത്തിരി ഓടുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് തന്നെ എന്തൊക്കെയോ ആയെന്ന് നമുക്ക് തോന്നും. നമ്മൾ ആടെയെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഞാനങ്ങ് കർത്താവിന് വേണ്ടി ഒത്തിരി അങ്ങ് ഓടുകയാണ്. പക്ഷേ നമ്മൾ ഈ ഓടുകയാണ്, കാര്യം ശരിയാണ്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതം തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആത്മീയ ജീവിതം ഇങ്ങനെ തേഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ അത് വളരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല. നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ജീവിതത്തിൻ്റെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് നിൽക്കാം. അപ്പോൾ ആത്മീയ വളർച്ച വേണം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശത്രുവിൻ്റെ കയ്യിലെ ആയുധങ്ങളായി നമ്മൾ അറിയാതെ പ്രയോജനപ്പെടുന്ന ഒരു അനുഭവം. 2-3 കാര്യങ്ങളുടെ എനിക്കിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇത് കാര്യം മറക്കുമ്പോൾ അടുത്തത് വലിയൊരു വിഷയമാണ് ദുരുപദേശം, ഫോൾസ് ടീച്ചിങ്സ്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഒരു ഫോൾസ് ടീച്ചിങ്സ് ഭയങ്കര ഒരു വെപ്പണാണ്. ഞാൻ സൊഫീറസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പെട്ടെന്ന് ഞാൻ അതിനെപ്പറ്റി ആ വ്യക്തിയെപ്പറ്റി പറയാം. അദ്ദേഹം ഒരു പേർഷ്യൻ സോൾജിയർ ആയിരുന്നു, ദാരിയാസ് രാജാവിൻ്റെ അണ്ടറിൽ. അപ്പോൾ 539 BC ഈ മേഡോ പേർഷ്യൻസ് ബാബിലോണെതിരെ യുദ്ധത്തിന് വന്നു. ബൈബിളിൽ ചരിത്രമുണ്ട്. ഈ വ്യക്തിയെപ്പറ്റി എഴുതിയിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ ഇതുള്ള വിഷയമാണ്. അപ്പോൾ 520 അവിടെ ബാബിലോണിയൻസ് ഒരു വലിയ ഭിത്തി പണിതു. അപ്പോൾ അതിനെ ജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 1 വർഷം 7 മാസം ഈ പേർഷ്യൻസ് അവരതിനെ ഓവർകം ചെയ്യാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുക. അപ്പോൾ സോഫിറസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു പേർഷ്യൻ ഇല്ലാത്ത. അവനൊരു ഭയങ്കര ഒരു സ്ട്രാറ്റജിയുമായിട്ട് വന്നു. ഭയങ്കര ഒരു സ്ട്രാറ്റജി. കാരണം ഇവരുടെ ഫോർട്ടിഫൈഡ് വാൾസ് അല്ലെങ്കിൽ ഇതിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങോട്ട് കടന്ന് ജയിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. അപ്പോൾ 1 വർഷം 7 മാസം. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാനും കൊണ്ട് പേർഷ്യൻ രാജാവിനടുക്കെ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാജാവ് എനിക്ക് സമ്മതം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് രാജാവ്, അപ്പോൾ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഇദ്ദേഹം തന്നെ മൂക്ക് കട്ട് ചെയ്തു, ചെവി കട്ട് ചെയ്തു. എന്നിട്ട് തന്നെത്താനെ അങ്ങ് അടിച്ച് ഷേപ്പ് മാറ്റി. എന്നിട്ട് മുടി മുറിച്ചു, പടയാളികളെ കൊണ്ട് അടിപ്പിച്ചു, ശരീരം മുഴുവൻ അടിച്ച് ബ്ലഡായി, ഒരു വല്ലാത്ത കണ്ടീഷനായി. എന്നിട്ട് ഇവൻ്റെ പ്ലാനിൽ 2 ഫേസ്, ഒരു 3 ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഒന്നാമത്തെ ഫേസിൽ ഇവൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ആദ്യമേ ബാബിലോണിൽ ചെല്ലും. ഈ അടിയും പിടിയും മൂക്കും മുറിഞ്ഞ മൂക്കും ചെവി എല്ലാമായിട്ട് ഇവൻ ഈ ഒരു ഷേപ്പിൽ ബാബിലോണിൽ ചെന്നിട്ട് ബാബിലോണിലുള്ളവരോട് പറയും, എന്നെ പേർഷ്യൻകാരെ വളരെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാ എന്ന് പറയും. അപ്പോൾ അവൻ അങ്ങനെ ആദ്യത്തെ ഫേസിൽ പോയി അവിടെ പോയി പറഞ്ഞ്, കണ്ടോ ഇവരെ, ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും അവരുടെ കമാൻഡറായിട്ട് നിന്ന് ഇതെല്ലാം ചെയ്തിട്ട് അവരെന്നെ ഇത്രയും അടിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് അവനൊരു കഥ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരതങ്ങ് വിശ്വസിച്ചു, അവനെ അകത്ത് കയറ്റി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബാബിലോണിയൻ രാജാവ്, അപ്പോൾ ഇവൻ ഭയങ്കര ഫേമസ് കമാൻഡർ ആയതുകൊണ്ട് ബാബിലോൺ രാജാവ് അവനെ ഓണർ ചെയ്തു. അങ്ങനെ അവനെ അവിടുത്തെ ഒരു മിലിറ്ററി കമാൻഡറാക്കി മാറ്റി. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഫേസ് അതായിരുന്നു. സെക്കൻഡ് ഫേസിൽ അവൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ കോൺഫിഡൻസ്, അവരുടെ വിശ്വാസം കൈപ്പറ്റി. അപ്പോൾ അവനിപ്പോൾ ഇവിടെയാണ്, ഇപ്പോൾ ഇവിടുത്തെ ബാബിലോണിലാണ് അവൻ ബാബിലോണിൽ നിന്നുകൊണ്ട് അവൻ ഒരു കാര്യം പറഞ്ഞു. അത് ഈ പ്ലാൻ 2-ൽ അവനൊരു കാര്യം പറഞ്ഞായിരുന്നു. പേർഷ്യക്കാരുടെ ഒക്കെ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ യുദ്ധത്തിന് വരണം, യുദ്ധത്തിന് വന്നിട്ട് നിങ്ങൾ കുറച്ച് പേര് മരിക്കേണ്ടതും വരും. അങ്ങനെ 1000, 2000, 4000 പേര് വീതം പേർഷ്യൻ കിങ് അവർ മരിച്ചു വീണു. ഇവൻ പോയി യുദ്ധം ചെയ്ത്, അപ്പോൾ ബാബിലോണിന് വേണ്ടി യുദ്ധം ചെയ്ത് ഇവൻ പോയി അവരെ തോപ്പിക്കുക. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർക്ക് ഫുൾ കോൺഫിഡൻസ് ആയി, ഈ മനുഷ്യൻ നല്ല ഒരാളാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ വന്ന നമ്മുടെ ആളാന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കീ ഉണ്ട്, ഇതിലോട്ട് പ്രവേശനത്തിന് ഒരു കീ ഉണ്ട്. ഈ കീ അവൻ്റെ കൈ കിട്ടി. കാരണം അവർക്ക് നല്ല വിശ്വാസമായി. കീ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫൈനൽ ഫേസ്, 3 ഫേസ് ഉണ്ടായിരുന്നു. 1, അവിടെ ചെന്ന് കഥ പറഞ്ഞ് അകത്ത് കയറുക. 2, യുദ്ധത്തിനൊക്കെ പോയി ഇവരുടെ കോൺഫിഡൻസ് നന്നായിട്ട് അവരുടെ വിശ്വാസം കൈപ്പറ്റുക. 3ാമത്തെ പ്ലാൻ ആയിരുന്നു, ഒരു സമയം അവർ വെച്ചിരുന്നു. ആ സമയത്ത് ദാരിയസ് രാജാവ് ഇവിടെ വന്ന പട്ടണത്തിൽ ആക്രമിക്കണം. ആ സമയത്ത് ഇവർ ബാബിലോണിയൻ സൈന്യം മുഴുവൻ ഇവൻ പറഞ്ഞ് മണ്ടേ കയറും. ഈ വോൾസിൻ്റെ മുമ്പ് അവരുടെ വാർ സ്ട്രാറ്റജി അങ്ങനെയാണ്, യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി. അവിടെ നിന്ന് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ സൊഫീറസ് പോയിട്ട് ഈ വാതിൽ അങ്ങ് തുറക്കും. കാരണം പുള്ളിയുടെ ഇപ്പോൾ കീ ഉണ്ടെല്ലാം ഉണ്ട്. വാതിൽ തുറക്കും. ആ സിറ്റിയുടെ ഗേറ്റ്സ് തുറന്നു കഴിയുമ്പോഴത്തേക്കിന് പേർഷ്യൻ ഫോഴ്സ് മുഴുവൻ ഇതിൻ്റെ അകത്തോട്ട് ഇരഞ്ഞു കയറും. അന്ന് വരെ അവർ പിടിച്ചു വെച്ചിരുന്ന ഇതിനെ അങ്ങ് പരാജയപ്പെടുത്തും. അങ്ങനെ അവൻ അതിൽ സക്സസ് ആയി. അവൻ വളരെ ഹോണറബിളായി. കാരണം അങ്ങനെ ആ സമയത്ത് ഇവർ വന്ന് അറ്റാക്ക് ചെയ്തു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ വീഴ്ച സംഭവിച്ചു. അങ്ങനെ അതിന് ഫേമസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സോഫീറസ് സ്ട്രാറ്റജി. സോഫീറസിൻ്റെ സ്ട്രാറ്റജിയാണ്, അവൻ്റെ തന്ത്രമാണിത്. ആ തന്ത്രത്തിൽ അവൻ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവൻ ജയിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിശാച് ചില തന്ത്രങ്ങളുമായിട്ട് ദുരുവ്യാഖ്യാനങ്ങളുമായിട്ടൊക്കെ നമ്മുടെ അടുക്ക് വരും. അതായത് മെയിൻ ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്, വിശുദ്ധിയൊന്നും ദൈവത്തിന് വിഷയമല്ല. നിൻ്റെ ജീവിതത്തിൽ വലിയ വേർപാടില്ലെങ്കിൽ ദൈവത്തിനതല്ല. ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് നീ ആരായതുകൊണ്ടല്ല, ദൈവം ആരായതുകൊണ്ടാണ്. ദൈവമാണ് വിശുദ്ധൻ, അവൻ നിന്നെ വിശുദ്ധനാക്കി കഴിഞ്ഞിരിക്കുന്നു, സ്വർഗോലോകങ്ങളിൽ ഇരുത്തി കഴിഞ്ഞിരിക്കുന്നു, ഇനി നീ എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ആഗ്രഹത്തെ പോലും കെടുത്തിക്കളയുന്ന അനുഭവം. പണ്ടൊരാളത്ത് ഒരു ദുരുപദേശകൻ്റെ പ്രസംഗം കേട്ട് കുറേ ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, പണ്ട് പാപം ചെയ്യുമ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാകുമായിരുന്നു, ദൈവത്തോട് പോയി ക്ഷമ ചോദിക്കുമായിരുന്നു. ഇപ്പം പാസ്റ്ററുടെ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലായി, ദൈവം ഒരിക്കലും നമ്മളുടെ അകത്ത് പരിശുദ്ധാത്മാ കുറ്റബോധമല്ല, നമ്മളെ കംഫോർട്ട് ചെയ്യുന്ന ആത്മാ. അതുകൊണ്ട് ഇപ്പം പാപം ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഇല്ലെന്ന് മനസ്സിലായോ? ഇങ്ങനെയുള്ള സ്ട്രാറ്റജിയുമായിട്ട് വരും അവൻ. പല സ്ട്രാറ്റജിയുമായിട്ട് വന്ന് നമ്മുടെ അകത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഈ ചിലരുണ്ട്, ഈ നല്ല ഉപദേശം പ്രസംഗിക്കുന്നവരും കേട്ട് ദുരുപദേശക്കാരൻ കേൾക്കും. കാരണം രഹസ്യമായിട്ട് അവർക്ക് ഈ പോകുന്നത് നല്ലൊരു പെന്തക്കോസ്ത് സഭ അല്ലെങ്കിൽ സഭയിലായിരിക്കും, അവിടെ നല്ല ഉപദേശം പറയുന്ന സഭയായിരിക്കും. പക്ഷേ രഹസ്യത്തിൽ അല്ലെങ്കിൽ അവരെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ ദുരുപദേശക്കന്മാരുടെ പ്രസംഗം കേൾക്കാനും അത് ലൈക്ക് ചെയ്യാനും അതിന് തംസപ്പ് അടിക്കാനും ഒക്കെ ഉണ്ട്. കാരണം എന്തെന്നറിയാമോ? ജീവിതത്തിൻ്റെ പാളിച്ചകളെ ഒളിപ്പിച്ചു വെക്കുവാൻ അതിൽ ഒരു കംഫോർട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കൂടി ഇവർക്ക് കേൾക്കാൻ താല്പര്യമാണ്. പറയുന്ന ദൈവമക്കളെ, അങ്ങനെ പോയാൽ ആത്മീയ വളർച്ച നമ്മുടെ ഇതിൽ ഉണ്ടാകത്തില്ല. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമയം ഇന്ന് തീരാൻ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് തീർക്കട്ടെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഈ സൊഫീറസ് പോലെ ശത്രു ഉണ്ടാക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ചാടി വീഴരുത്. വചനത്തിൽ നോക്കണം, അത് അങ്ങനെയാണോ, അത് ആശയങ്ങൾ അങ്ങനെയാണോ. എവിടുന്നേലും ഒരു വാക്യം എടുത്തിട്ട് നമുക്കറിയാം നമ്മുടെ ഇത് തെറ്റാന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് പ്രവാചകൻ വന്ന് പറയണമെന്നില്ല, പറഞ്ഞാൽ നല്ല കാര്യം. പക്ഷെ പറയാൻ കാര്യങ്ങൾ നമുക്കറിയാം.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മുടെ ജീവിതത്തിൽ നാം ജയിക്കേണ്ട വിഷയങ്ങൾക്കെതിരെ അതിനെ കുറച്ചും കൂടെ സോപ്പിട്ട് നമ്മളെ ഇനി അതിൽ കൂടെ ഇച്ചിരൂടെ തുടരാനുള്ള പ്രവണതകൾ ഉളവാക്കുന്ന പഠിപ്പീരുകൾ നാം കേൾക്കുമ്പോൾ അതിൽ വീഴരുത്. ഒന്നും കൂടെ തിരുവചനം എടുത്ത് നോക്കണം, കർത്താവ് അങ്ങനെയാണോ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വളരാനൊക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും, ഇപ്പോൾ അങ്ങനെ പറ്റും, ഇങ്ങനെ നടക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥമായിട്ടൊരു ദൈവതേജസ്സും ദൈവപ്രവൃത്തിയും ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി തെറ്റായ പഠിപ്പീരുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി വെക്കണം. നിർമ്മല സുവിശേഷം, നിർമ്മലമായ ദൈവജനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് നമ്മൾ കാതു കൊടുക്കണം. ഇനിയും വേണ്ട, നമ്മൾ നമ്മുടെ ബൈബിളുമായിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കണം. നമുക്ക് നമ്മുടെ ബൈബിളുമായിട്ട് നല്ലൊരു പരിചയം നമ്മുടെ ജീവിതത്തിൽ വേണം. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനിക്കേണ്ട ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളല്ലോ. അടുത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്. അതിനെപ്പറ്റി നാളെ പ്രായോഗികമായി വരുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഞാൻ മുമ്പേ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്നൊരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. അപ്പോൾ അത് നമുക്കെപ്പോഴും ആത്മീയമായ തടസ്സം ഉണ്ടാകും. ചിലരുണ്ട്, എവിടെയെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വോൾ പോസ്റ്റർ അടിച്ച് അതിനെ ആഘോഷിക്കാൻ നടക്കുന്നവർ, ആ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഒരിക്കലും വരരുത്. അല്ല, നമ്മൾ നല്ലതെന്തെങ്കിലും കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ വേണം. അടുത്തത് വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ബാഡ് കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ബൈബിൾ നമ്മളെ പഠിപ്പിക്കും നമ്മൾ എപ്പോഴും സന്തോഷിക്കണം, തൃപ്തി ഉണ്ടാകണമെന്ന് പറയുന്നു. പക്ഷേ ആത്മീയ ഉഴപ്പിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. അതുപോലെ പ്രൈഡ്, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരരുത്. എബ്രായർക്കതിൽ അങ്ങനെ 5:15 ഇങ്ങനെ പറയുന്നല്ലോ, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മന്ദിരമുള്ളവരായി തീർന്നിരിക്കുന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷം. അപ്പം അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ ലേസിയാ, യു ആർ ടു ലേസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അങ്ങനെ വന്നാൽ ആത്മീയമായി വളരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക, ഇത്രയൊക്കെ മതി, ഇതിൽ കൂടുതൽ എന്താകാൻ, ഇതിൽ കൂടുതലൊക്കെ എന്താണ്, ഇത്രയൊക്കെ ആയി, ഇത്രയും പോലും ചിന്തിച്ചില്ല, ഇത്രയായി. അല്ല, ദൈവത്തിന് വലിയ പർപ്പസ്, ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാവരും ദൈവം ഡി എൽ മൂഡി ആകാനോ അല്ലെങ്കിൽ ചാൾസ് സ്പർജൻ ആകാനോ അല്ലെങ്കിൽ റെയ്നഡ് ബോങ്കെ ആകാനോ ഒന്നും വിളിച്ചിട്ടില്ല, ഒരിക്കലും വിളിച്ചിട്ടില്ല. അല്ലെ ബില്ലിഗ്രാം ആകാൻ എല്ലാവരും വിളിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, റെയ്നാഡ് ബോങ്കെ അല്ലെങ്കിൽ ബില്ലിഗ്രാം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. അവർ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പ്രസംഗം അപ്പുറത്തോട്ട് പോകത്തില്ല. എൻ്റെ വിശ്വാസം നിത്യതയുടെ തുറമുഖത്ത് നമ്മൾ എത്തും, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഇതിനകത്തല്ല ഈ ടീം, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു പ്രതിഫലമുണ്ട്. ദൈവം അവർക്കെല്ലാം കൊടുക്കും. ചിലരെ ദൈവം മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഏൽപ്പിച്ചപ്പോൾ ചിലരെ ദൈവം വേറെ ചില കാര്യങ്ങളാണ് ഏൽപ്പിച്ചത്. പക്ഷെ അപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംതൃപ്തിയിൽ നിന്ന് പോകരുത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ, ഇന്നലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ആത്മീയമായി വളരാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവും. അതൊരു വിഷയം തന്നെ, വലിയൊരു വിഷയം തന്നെയാണ്. നമ്മുടെ അകത്ത് ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട്, നമ്മുടെ അകത്ത് ഒരു ബോധ്യമില്ല. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ്, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവം എൻ്റെ പേർ ചൊല്ലി വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിൽ വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഏതാണ്ടാണെന്നുള്ളതില്ല, പക്ഷേ എന്നെ ദൈവം അറിയുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ തലയിൽ ഒരു മുടി പോലും എൻ്റെ ദൈവം അറിയാതെ താഴെ വീഴാൻ സമ്മതിക്കത്തില്ല. അല്ല, ദൈവം അറിയാതെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വളരണമെന്നും നമ്മൾ ദൈവിക ഉദ്ദേശങ്ങൾ നിവൃത്തിയാക്കണമെന്നും ഒക്കെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഏത് കർത്താവ്? ആകാശം ഭൂമി ഉണ്ടാക്കി. ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പ്, എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്തെന്ന്, ആമസോണിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടറായിരുന്ന ജെഫ് ബേസൂസ് എല്ലാം കൂടെ സ്പേസിലേക്ക് പോയിട്ട് പെട്ടെന്ന് വന്നു. 10 മിനിറ്റിനകം പോയി വന്നു. ഭയങ്കര വിഷയമാണല്ലോ. ഇപ്പോൾ സ്പേസ് ടൂറിസം ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച മറ്റേ വിർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ പുള്ളിയും പോയിട്ട് വന്നു. അപ്പോൾ അവരെല്ലാം മേളിൽ ചെന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് താഴെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സ്പേസിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ ഭൂമി മുഴുവൻ ഒന്ന് കണ്ട് ആകപ്പാടെ വണ്ടർ അടിച്ച്, അമേസിങ്, ദ ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ലൈഫ്. ജെഫ് ബേസൂസ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയമായി നടന്നതെന്ന് പറഞ്ഞു. എവിടം വരെയാണ് പോയത്? ഈ ചെറിയ ഭൂമിയുടെ മകളിൽ. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? സകലത്തെ സൃഷ്ടിച്ച കർത്താവ്. അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ വലുപ്പം, നമ്മുടെ ദൈവം ആരാണ്. അപ്പോൾ ഇവർ ഇത്രയും പോയിട്ട് ഇത്രയും വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ, ഭയങ്കരമാണെന്ന് പറയുന്നത്. അപ്പോൾ ഓർന്ന് നോക്കി, ഇത് മുഴുവൻ ഇവരൊന്നും കണ്ടുപിടിച്ചിട്ട് പോലും ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഇവർ പിടിപിടിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ദൈവം, ഇതെല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൃഷ്ടിയെ നോക്കിക്കേ, ആ ദൈവമാണ്
നമ്മളെ അറിഞ്ഞതും നമ്മളെ വിളിച്ചു വേർതിരിച്ചതും നമ്മളിൽ ക്രിസ്തു ഉരുവാകുവാണമെന്നും ക്രിസ്തു നമ്മളിൽ വളരണമെന്നും നാം ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെന്നും ഒക്കെ ആഗ്രഹിച്ചേ. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ 8-9 തടസ്സങ്ങളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നാളത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ പറയുന്നു. നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കും നമ്മളൊന്ന് വളർന്ന് അവൻ്റെ കയ്യിലെ ആയുധങ്ങളായി നമ്മൾ മാറണം. അവൻ്റെ കയ്യിൽ നാം പ്രയോജനപ്പെടണം. പിശാചിൻ്റെ കയ്യിലല്ല, അവൻ്റെ കയ്യിൽ നാം പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഡേ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ചലഞ്ചസിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അത് ഇനി വേറെ പല കാര്യങ്ങളും, പക്ഷേ ഞാൻ പ്രധാനമായി ചിന്തിച്ച ചില കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളിലും വേണ്ട പോലെ ഒന്ന് ഡീറ്റെയിലിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തൊട്ടുണർത്തി അത് ആ വിഷയങ്ങളിൽ എവിടെയെങ്കിലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച്, കർത്താവേ ഞാൻ അതിനായി എന്നെ തന്നെ ഒന്നും കൂടെ സമർപ്പിക്കുന്നു, അവിടേക്ക് എനിക്കൊരു കൃപ തരണമേ എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വന്നാൽ നമുക്ക് നാളെ കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ ചില വിഷയങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ തലയോളം വളരണം, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വ്യത്യാസം വരണം, നമ്മൾ അവൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ നമ്മളായിരുന്നു കൊണ്ട് വളർന്ന് നമ്മൾ അവൻ്റെ പദ്ധതിയിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ അവിടേക്ക് എത്തിക്കാതിരിക്കുവാൻ പലവിധമായ തടസ്സങ്ങൾ, അത് നമ്മുടെ ജഡത്തിൻ്റെ പാപം, പിശാചിൻ്റെ തന്ത്രങ്ങൾ, പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഈ ലോകത്തിലുള്ളത്, ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്കെതിരെ പയറ്റുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അത് നാളെ പറയാം, ആ കൃപയില്ല നമുക്ക് പോകാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി അതിൻ്റെ മേൽ ഒരു ജയമെടുക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ കൈപിടിച്ച് വളർത്തും എന്നുള്ളതിന് സംശയമില്ല. കാരണം നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ അപ്പച്ചൻ്റെ ആഗ്രഹമാണ്. ഒരു പിതാവ് കുഞ്ഞ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി പറയുന്നത്, ഞാൻ വെയിറ്റ് ചെയ്യും അവരൊന്ന് ഇച്ചിരൂടെ ഒന്ന് വളരാൻ വേണ്ടി. കാരണം എൻ്റെ അപ്പനെന്ന നിലയിൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ വളരണം. ഞാൻ ചിലപ്പോൾ പറയണ്ട, നീ ഇച്ചിരൂടെ ഒന്ന് വളർന്നിട്ട് വണ്ടി ഓടിക്കണം, എനിക്കിന്ന് വണ്ടി ഓടിക്കാതെ അപ്പുറത്തിരിക്കണമെന്ന് പറയാം. അതായത് അപ്പൻ്റെ ആഗ്രഹമാണ്. കാരണം എൻ്റെ ആഗ്രഹമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഇന്ന് ചെയ്യുന്ന പലത് എനിക്ക് നിന്നെ ശുശ്രൂഷകല്ല, പലത് നിന്നെ ഏൽപ്പിക്കണം, കാരണം നീ ഒന്ന് വളരണം. അപ്പോൾ ലോകത്തിലെ ഒരു അപ്പനായിരിക്കുന്ന എൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നമ്മളൊന്ന് വളർന്ന് തൻ്റെ മഹത്വം ഈ ലോകത്തിൽ